ഞങ്ങളുടെ ആരിൽ നിന്ന് അവൻ്റെ വീട്ടിലോട്ട് തിരിച്ചു പോവുകയാണേ. അവനെ കൊണ്ടുവന്നാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ റെഡി ആയിട്ട് ഇറങ്ങുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് മറ്റന്നാൾ സ്കൂൾ തുറക്കും. അതിനു മുമ്പ് അവനെ അവിടെ കൊണ്ടുവന്ന് എത്തിക്കണമല്ലോ. അപ്പോൾ ഏടിന് വരാൻ പറ്റിയില്ല, ഏടിന് ലീവ് കിട്ടാഞ്ഞുകൊണ്ട് എന്നോട് കൊണ്ടുവന്നാക്കാൻ പറഞ്ഞിട്ട് ഞാനാണ് പോകുന്നത്. അപ്പം ഞാൻ നേരെ പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കാണ് കേട്ടോ. അപ്പം രാവിലെ ഞാനും അവനും ഏട്ടനും കൂടെ പോകുന്നത്. ഏട്ടൻ ഞങ്ങൾ അവിടെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോവുകയാണേ. പോകുന്ന വഴിക്ക് ആരും നല്ല വിഷമത്തിലായിരുന്നു. അവൻ വരുന്നില്ല, ഇവിടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വിഷമത്തിലായിരുന്നു. പക്ഷേ സ്കൂളിൽ പോകണമല്ലോ, ഞങ്ങൾക്ക് പറഞ്ഞു വിടാൻ ഒരു മനസ്സും ഇല്ലായിരുന്നു. അപ്പോൾ എന്തായാലും അവനെ കൊണ്ടുവന്നാക്കുക. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ട്രെയിനിന് വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആൾക്ക് ചെറിയൊരു എക്സൈറ്റ്മെന്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ആൾ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങി കേട്ടോ. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണേ. അങ്ങനെ ബസ് സ്റ്റാൻഡിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ബസ് അവിടെ കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് വീട്ടിലെത്താലോ എന്ന് കരുതി ഓടിച്ചെന്ന് ആ ബസ്സിനകത്തോട്ട് കയറി നേരെ ഞങ്ങളുടെ സ്റ്റോപ്പിൽ പോയി ഇറങ്ങി. നമ്മുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കുറച്ച് അകത്തോട്ട് പോകണം. ഒരു ഗ്രാമപ്രദേശമാണ് എൻ്റെ വീട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഓട്ടോ വിളിച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അമ്മ വാതിക്ക് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ.